11 വർഷമായി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അമിത് മാളവിയെ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ കൺവീനർ സ്ഥാനത്തു നിന്ന് ബി.ജെ.പി. മാറ്റിയത്. പകരം 58-കാരനായ ദീപക് മസ്കെയാണ് നിയമിച്ചിരിക്കുന്നത്. പ്രീതി ഗാന്ധി, ശിവാനന്ദ് ദ്വിവേദി, അലോക ഭട്ട്, അരുൺ യാദവ് എന്നിവരാണ് സഹകൺവീനർമാർ. ബി.ജെ.പിയുടെ നീക്കത്തിന് പിന്നിൽ എന്താണെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന അമിത് മാളവിയെ നീക്കി പകരം ദീപക് മസ്കെയെ തൽസ്ഥാനത്ത് നിയമിച്ചതിന് പിന്നിൽ ബി.ജെ.പിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബി.ജെ.പിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. നീറ്റ് യു.ജി. പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ബി.ജെ.പി. പരമാവധി ശ്രമിച്ചിട്ടും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നില്ല. ഇത് സോഷ്യൽ മീഡിയ കൺവീനറായിരുന്ന അമിത് മാളവിയുടെ പരാജയമാണെന്ന അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു. പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും അമിത് മാളവിയോട് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും പ്രതിഷേധങ്ങളിൽ ബി.ജെ.പിയെ പ്രതിരോധിക്കുന്നതിന് പകരം യുവാക്കളെ ട്രോളാനാണ് മാളവിയെ ശ്രമിച്ചത് എന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാർട്ടി അമിത് മാളവിയെ മാറ്റി ദീപക് മസ്കെയെ നിയമിച്ചത്. ജൻസിയെ കയ്യിലെടുക്കാൻ ദീപക് മസ്കെയ്ക്ക് സാധിക്കുമെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ദീപക് മസ്കെ എന്നത് അധികം ആരും കേട്ടിട്ടില്ലാത്ത പേരാണ്. എന്നാൽ ബി.ജെ.പിയുടെ ഡിജിറ്റൽ കോട്ടകളിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യവും പരിചയസമ്പത്തുമുണ്ട്. 1968 ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ മസ്കെ സിമെന്റ് ടെക്നോളജിയിൽ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സും പൂർത്തിയാക്കിയിട്ടുണ്ട്. രസതന്ത്രം അധ്യാപകനായാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞ അദ്ദേഹത്തിന് ജൈവ കൃഷിയിലും വർഷങ്ങളുടെ പരിചയസമ്പത്തുണ്ട്. ഡേറ്റ ശേഖരണത്തിലും വിശകലനത്തിലും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായും സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മസ്കെയ്ക്ക് പ്രത്യേക താൽപര്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. 2009-ലാണ് മസ്കെയുടെ ബി.ജെ.പി. പ്രവേശനം. പാർട്ടിയുടെ IT ആൻഡ് സോഷ്യൽ മീഡിയ സെല്ലിൽ 15 വർഷക്കാലത്തെ പ്രവൃത്തി പരിചയമുണ്ട്. ബി.ജെ.പി. മികച്ച വിജയം നേടിയ ബീഹാർ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണങ്ങളിൽ ചുക്കാൻ പിടിച്ചതും അദ്ദേഹമാണ്. ഛത്തീസ്ഗഡ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ക്യാബിനറ്റ് പദവി വഹിച്ചിട്ടുള്ള ദീപക് മസ്കെ നേരത്തെ സംസ്ഥാന ബി.ജെ.പിയുടെ വക്താവായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ബോർഡ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൽ സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി പാർട്ടിയിൽ സജീവമായിരുന്നിട്ടും അദ്ദേഹം ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അമിത് മാളവിക്ക് പകരക്കാരനായി ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ കൺവീനറായി ചുമതലയേൽക്കുമ്പോൾ ദീപക് മസ്കെയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. ഏറ്റവും പ്രധാന വെല്ലുവിളി ജൻസിയെ ബി.ജെ.പിയുമായി അടുപ്പിക്കുക എന്നത് തന്നെയാണ്. നിയമന പ്രഖ്യാപനത്തിന് പിന്നാലെ യുവാക്കളുമായി എങ്ങനെ ഇടപഴകുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റീൽസ് വഴിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പുതുതലമുറ സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്നും അതുവഴി അവരിലേക്ക് എത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് എത്രത്തോളം മസ്കെയ്ക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യമാണ്. കാരണം നീറ്റ് യു.ജി. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും അവരെ അടിച്ചമർത്താൻ ശ്രമിച്ച ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾക്കെതിരെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാണ്. ഈ സാഹചര്യങ്ങളെ മറികടക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇത്തരം വെല്ലുവിളികളെ മറികടന്ന് ദീപക് മസ്കെയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.